ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവൻ ശുശ്രൂഷകർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമാകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം നിത്യജീവനിലേക്ക് ഒരുങ്ങുമ്പോൾ ജീവിതത്തിന്റെ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവകൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ലോകത്ത് 3 ചോദ്യങ്ങൾ കുമ്പസാരം എന്ന കൂദാശയോട് ചേർന്ന് ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ആത്മീയ വളർച്ചയിൽ പ്രാപിക്കുന്ന പലരും ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. ഇന്ന് നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നല്ലൊരു അനുതാപത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ, സഭയുടെ കൂട്ടായ്മയോടെ നിത്യജീവനായിട്ട് ഒരുങ്ങിത്തിരിക്കുകയാണ്. 3 ചോദ്യങ്ങൾ ഇതാണ്: കുമ്പസാരത്തിൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നുണ്ടോ എന്നും ലോകത്തൊരു ചോദ്യമാണ്, എല്ലാ പാപങ്ങളും ഒരു കുമ്പസാരത്തിലൂടെ ക്ഷമിക്കപ്പെടുന്നുണ്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ എന്നൊരു ഗണം ഈ ലോകത്തുണ്ടോ? ക്ഷമിക്കപ്പെടാത്ത ഏതെങ്കിലും പാപങ്ങൾ ഈ ലോകത്തുണ്ടോ കുമ്പസാരിച്ചിട്ടും എന്നൊരു ചോദ്യമുണ്ട്. മൂന്നാമത്തെ ചോദ്യം: പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് ഈശോയുടെ വാക്കുകളുടെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനെതിരായ പാപം ഈ ലോകത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ 3 ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ നിത്യജീവന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാൻ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കാറില്ല. ഇന്ന് അതുകൊണ്ട് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ ഈ 3 ചോദ്യങ്ങളുടെ ആഴത്തെ അറിയാനും അത് മനസ്സിലാക്കുവാനും, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപം, ഒരു കുമ്പസാരം എത്രമാത്രം ആത്മീയ അഭിഷേകത്തിൽ നമ്മളെ കൊണ്ടുവരുന്നത് നമുക്ക് ചിന്തിക്കാം. ആമുഖമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 23-ാം തിരുവചനം. പ്രഭാഷകൻ 34:23 വചനം പറയാണ്: ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. ദൈവഭക്തിയില്ലാത്ത ബലികൾ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ യഥാർത്ഥ ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുന്നില്ല. ഈ വചനത്തിന്റെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കും, മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം, ദൈവഭക്തിയില്ലാത്ത ഒരു ബലികളും അത്യുന്നതന് പ്രസാദിപ്പിക്കാൻ പറ്റുന്നല്ല. അപ്പൊ ബലിയുടെ അടിസ്ഥാനം ഏറ്റവും ഭക്തിയാണ്. ദൈവത്തെ ഭക്തിയോടെ അർപ്പിക്കുന്നതാണ് ദൈവിക ബലികൾ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ എങ്ങനെ അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്തിയോടെയാണോ ഞാൻ ബലി അർപ്പിക്കുന്നത്? ഭക്തിയോടെയാണോ ഞാൻ ബലിക്ക് നിൽക്കുന്നത്? എന്റെ കൂദാശ നിർവഹണങ്ങൾ ദൈവഭക്തിയിലാണോ? അങ്ങനെയുള്ളവരെ കുറിച്ച് പറയാണ്, ദൈവഭക്തിയില്ലാത്ത ബലികൾ പലപ്പോഴും അവൻ ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിപ്പിക്കില്ല. അവൻ എത്ര ബലി പങ്കെടുത്താലും ഭക്തിയില്ലാതെ പല വിചാരത്തോടെ, പല അസ്വസ്ഥതയോടെ നിൽക്കുമ്പോൾ അത് പ്രസാദിക്കുന്നില്ല. അവന് ഒരിക്കലും പാപമോചനം നൽകുന്നില്ല. അപ്പൊ അടിസ്ഥാനം ഭക്തിയാണ്. എന്റെ ദൈവത്തോടുള്ള ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള ബോധ്യത്തോടെ ഞാൻ നിൽക്കുമ്പോൾ എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ ബലിയർപ്പണങ്ങൾ യഥാർത്ഥത്തിൽ മഹത്വപൂർണ്ണവും ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ അനുഭവിക്കാനുള്ളതായിരിക്കണം പ്രാർത്ഥനയെന്ന് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർ, പ്രത്യേകിച്ച് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ഈ 3 ചോദ്യങ്ങളെ കാണുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചില പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല എന്നൊരു വാദം ഈ ലോകത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴതുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും പണ്ട് കാലത്ത് ചില സമയത്ത് പറഞ്ഞ ചില പാപങ്ങൾ വൈദികർക്ക് മോചനം നൽകാൻ പറ്റില്ല, ചില പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല. അങ്ങനെ ഒരു വാദഗതി പണ്ട് ഈ ലോകത്തുണ്ടായിരുന്നു. അതിന് കാരണം ഇങ്ങനെയാണ്: ചില പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ലെന്ന വാദം ആദ്യമായി സഭയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് തെർത്തുല്യൻ എന്ന് പറയുന്ന ചിന്തകൻ. അദ്ദേഹമാണ് ചില പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ലെന്ന് അദ്ദേഹമാണ് ഈ സഭയുടെ മുന്നിൽ കൊണ്ടുവച്ചത്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത്, ഒന്ന് വിശ്വാസത്യാഗം. ഒരു വിശ്വാസി തന്റെ വിശ്വാസം ത്യജിച്ച് മറ്റൊരു വിശ്വാസി പോകുന്നത് ക്ഷമിക്കപ്പെടില്ലെന്ന്. രണ്ടാമത്തത് വ്യഭിചാരത്തെക്കുറിച്ചാണ്. ശരീരത്തിന്റെ ഉള്ള വിശുദ്ധി പാലിച്ചില്ലെങ്കിൽ അത് ഒരിക്കലും ക്ഷമിക്കപ്പെടില്ലെന്ന് തെർത്തുല്യൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം കൊലപാതകമാണ്. ഈ 3 പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല, സഭയിൽ പാപമോചനങ്ങൾക്ക് നൽകപ്പെടില്ല, അധികാരമില്ലെന്ന് അദ്ദേഹം വാദിച്ചു. ഈ പാപങ്ങൾ മോചിക്കാൻ ആർക്കും അധികാരമില്ല, സഭയ്ക്ക് അധികാരമില്ലെന്ന് തെർത്തുല്യൻ വാദിച്ചൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ ഗൗരവമേറിയ ഇത്തരം പാപങ്ങൾക്ക് പാപമോചനം നൽകിയാൽ ഈ പാപങ്ങൾ ഒരിക്കലും ഒഴിവാക്കപ്പെടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി.
ചിലപ്പോൾ ഈ പാവങ്ങൾ ഇങ്ങനെ പാപമോചനം കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെയും ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് തെർത്തുലിൻ അന്ന് സഭയുടെ മുന്നിൽ പറഞ്ഞത്. കാരണം ഇപ്പൊ വ്യഭിചാരം പാപം മോചിച്ചു കഴിഞ്ഞാൽ പിന്നെയും അദ്ദേഹത്തിന് ചെയ്യാനുള്ള താല്പര്യം വരും. എന്നാൽ ഇത് മോചിക്കപ്പെടാത്ത പാപമായിട്ട് കടന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് ഇനി കുറെ പേര് അത് ചെയ്യാതെയാകും. അങ്ങനെ ഭയത്തിലൂടെ ഈ പാപത്തെ ഇല്ലാതെയാക്കണം എന്നൊരു ചിന്ത തെർത്തുലിൻ അന്ന് സഭാപണ്ഡിതനായ തെർത്തുലിൻ അങ്ങനെ ഒരു ചിന്താഗതി പങ്കുവെച്ചു. അപ്പൊ ഗൗരവമേറിയ ഇത്തരം പാപങ്ങൾക്ക് മോചനം നൽകിയാൽ ഈ പാപങ്ങൾ ഒഴിവാകാൻ വിശ്വാസികൾ നിർബന്ധിക്കപ്പെടുകയില്ലെന്ന് അദ്ദേഹം സഭയെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ആ കാലഘട്ടത്തിൽ കടന്നു വന്നു. എന്നാൽ 325 നടന്ന നിക്യ സൂനകദോസില് വിശുദ്ധനായ സിപ്രീം എന്ന് പറയുന്ന വിശുദ്ധൻ അതുപോലെ മറ്റു വിശുദ്ധരും ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ പിൻചൊല്ലുന്ന ഒരു വാദഗതി ഉണ്ടാക്കി. അതെങ്ങനെയായിരുന്നു? ക്രിസ്തുവിന്റെ കരുണയിൽ സഭ മോചനം നൽകാൻ പറ്റാത്ത പാപങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് സഭ പഠിപ്പിച്ചു. ക്രിസ്തുവിന്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവം പാപമോചനം നൽകിയാൽ ആ പാപത്തിന് എന്നേക്കുമായൊരു വിടുതൽ ലഭിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ തെർത്തുലിൻ പറഞ്ഞു വെച്ച ഈ ഒരു കാര്യത്തെ നിക്യ സൂനകദോസിൽ 325 നടന്ന നിക്യ സൂനകദോസിൽ വിശുദ്ധ സിപ്രിയൻ മുതലുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ ഇപ്രകാരം പഠിപ്പിച്ചു: ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് സഭ നൽകുന്ന മോചനത്തിന് ഇതുപോലെയുള്ള മാരക പാപങ്ങൾക്ക് പോലും മോചനം നൽകാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആ വാദഗതിയിലേക്ക് കടന്നു വരികയാണ്. പാപമോചനം ഇല്ലാത്ത പാപമുണ്ടോ? ഏതൊരു പാപത്തെയും മോചിക്കാൻ സഭ ഇന്ന് ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കൃപ നൽകും. അതുകൊണ്ട് തന്നെ കുമ്പസാര കൂടിനെ വിളിക്കുന്നത് കരുണയുടെ ദേവാലയം എന്നാണ്. പിന്നീട് ഫൗസ്റ്റീനാമയിലൂടെയും സഭയുടെ വിശുദ്ധരിലൂടെയും ഈ കരുണയെ കുറിച്ച് പഠിപ്പിക്കുന്നു. ആരെല്ലാം എത്ര വലിയ മാരകപാപിയാണെങ്കിലും എന്റെ കരുണ കടലിൽ ചേർന്ന് നിന്നാൽ അവന് കരുണ ലഭിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, സുവിശേഷങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം കരുണ കാണിക്കുന്ന ഒരു ദൈവമായിട്ട് ജനത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഇത്രയും വലിയ മഹത്തരമായ ഒരു കൂദാശയാണ് കുമ്പസാരം. അതുകൊണ്ട് ഇനിയിപ്പോ ഈ പാപം ചെയ്തു പോയി, ഇനി മോചിക്കപ്പെടില്ല, അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുകയല്ല, പാപമോചനം സ്വീകരിച്ച് ഏറ്റവും പെട്ടെന്ന് ദൈവത്തിലേക്ക് അടുത്തു വരണം. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിവെച്ച മനുഷ്യൻ ദൈവസന്നിധിയിൽ കരുണ ലഭിച്ചൊരു വ്യക്തിയാണ്. റാണി മരിയ സിസ്റ്ററെ കൊന്ന സമുന്ദർ സിംഗ് ഇതേ കരുണ ലഭിച്ചൊരു വ്യക്തിയാണ്. ലോകത്ത് നിങ്ങൾ നോക്കിക്കോ, അലക്സാണ്ടർ എന്ന് പറഞ്ഞ മനുഷ്യൻ, മരിയ ഗോരത്തി എന്ന വിശുദ്ധയെ കൊന്ന ആ മനുഷ്യൻ ഈ കരുണ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ലോകത്ത് ഇത്രയും മാരക പാപങ്ങൾ ചെയ്തിട്ടും ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കി. ഈജിപ്തിലെ മറിയം എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ വലിയൊരു വിശുദ്ധ, പ്രത്യേകിച്ച് ജഡികാസക്തിയുടെ മാരക പാപത്തിൽ വീണുപോയ ആ പെൺകുട്ടി പിന്നീട് വിശുദ്ധയായി മാറുന്നതും ഇതും ഈ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പൊ വ്യഭിചാരികളായിരുന്നവർ പോലും പിന്നീട് കത്തോലിക്ക സഭയിലെ വിശുദ്ധരാകാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മാരക പാപം, കൊലപാതകങ്ങൾ ചെയ്തവർക്കും പിന്നീട് സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് എത്താൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തിരിച്ചറിയുക, നമ്മൾ ഈ ഒരു ചിന്താഗതിയിലൂടെ അകന്നു പോകരുത്. ഏതൊരു പാപത്തിനും ദൈവത്തിന്റെ സഭയിൽ, കരുണയുടെ സഭയിൽ എന്നും പാപമോചനം ഉണ്ടെന്നുള്ള ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഒരു വലിയ കൃപ ലഭിക്കുകയാണ്. ഒരു വചനം അപ്പസ്തോല പ്രവർത്തനത്തില് 10-ാം അധ്യായം 43-ാം വാക്യം, അപ്പസ്തോല പ്രവർത്തനം 10:43 വചനം പറയാം: അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ 10-ാം അധ്യായത്തിൽ 43-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുക: അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ, യേശുവെന്നവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ വഴി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വഴി ഇങ്ങനെ ദൈവദൂതൻ പറഞ്ഞ്, നിങ്ങൾ അവന് യേശുവെന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ, അവരേത് ജനതയാണെങ്കിലും അവരുടെ പാപ അവസ്ഥയിൽ നിന്ന് അവരുപേക്ഷിച്ച് അനുദപിച്ച് തിരിച്ചു വന്നാൽ അവർക്ക് പാപമോചനം. കാരണം ആ നാമത്തിന്റെ അർത്ഥം പാപമോചകൻ എന്നാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവർ തിരിച്ചറിയുക, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമോചനത്തിന് അവസരമുണ്ട്. എത്ര വലിയ മാരക പാപമാണെങ്കിൽ പാപത്തിൽ തുടരുന്നതിനേക്കാൾ നല്ലത് പാപം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന ദൈവ കരുണയിൽ ആശ്രയിക്കുന്നതാണ്. പാപത്തിൽ തുടരുന്നവന് കഠിനമായ ശിക്ഷയും പാപം അനുദപിച്ച് തിരിച്ചു വരുന്നവന് ദൈവത്തിൽ നിന്ന് അനന്തമായ കരുണ ലഭിക്കും. അപ്പൊ കഠിനമായ ഒരു അവസ്ഥയിലേക്ക് പോകണോ, അനന്തമായ കരുണയിൽ ആശ്രയിക്കണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമായിരുന്നു: എല്ലാ പാപങ്ങൾക്കും മോചനമുണ്ടോ? അതിന് കൃത്യമായിട്ട് സഭയുടെ ഭാഗത്തുനിന്നും വചനത്തിന്റെ ഭാഗത്തുനിന്നും നമുക്ക് ഈ സമയം ഈ നിത്യജീവിത ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുമിരിക്കുമെന്ന് അച്ഛൻ മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വചനം പറയും. മാർക്കോസിന്റെ സുവിശേഷത്തിലെ
3-ാം അധ്യായം 28-29 വചനം പറയുന്നത്, പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവൻ ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചിതനാകില്ല, അവൻ നിത്യ ശിക്ഷയ്ക്ക് ഉത്തരവാദിയാകുമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? അപ്പൊ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത ഒരു പാപം എവിടെ ക്ഷമിക്കപ്പെടും? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതറിയുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈശോ പിശാചിനെ പുറത്താക്കിയത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടല്ല. മറ്റൊരു വചനമാണ് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോ പിശാചുകളെ പുറത്താക്കിയത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടല്ല, പിശാചുകളുടെ തലവനെ കൊണ്ടാണെന്ന് പറയുന്ന മനുഷ്യരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് യേശു അവരെ ശാസിക്കുന്ന ഒരു ഭാഗമാണത്. ഈശോ പറയുന്നുണ്ട്, ഞാൻ ആത്മാവിനാലാണ് ഈ പിശാചുകളെ പുറത്താക്കുന്നത്. അപ്പോൾ ആൾക്കാർ പറയാണ്, അവൻ പിശാചിന്റെ തലവനെ കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതിന് സമാനമായ മറ്റു വചനങ്ങളും മത്തായി ശ്രീകാട് സുവിശേഷത്തിൽ 12:32 നമുക്കിത് കാണാൻ പറ്റും. ഇത് പല ഭാഗങ്ങളിലും പറയുന്ന ഒരു വളരെ കോൺട്രഡിക്റ്റ് ആയിട്ടൊരു വചനമാണ്. ഈശോ പറയുന്നു, ഞാൻ ആത്മാവിനാൽ പുറത്താക്കുന്നു. ജനം പറയുന്നു, ഇവൻ പിശാചുകളെ കൊണ്ട് തന്നെ പിശാചിനെ പുറത്താക്കും. ഈ കാലഘട്ടങ്ങളിൽ പിശാചിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കില്ല, പിശാചുകളെ അധിവസിപ്പിക്കുന്ന ജനത്തെ നമുക്കറിയാം. ഈ ബ്ലാക്ക് മാസുകാർ, അവരൊക്കെ തിന്മയെ തിന്മ കൊണ്ട് നിരൂപിക്കുന്ന വ്യക്തികളാണ്. അപ്പോ ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്ന ഒരു ജനമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് ഏറ്റവും വലിയ പാപത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. മത്തായി ശ്രീയുടെ സുവിശേഷം 12:31, മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. അച്ഛൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഈ ഭാഗമാണ് ഇതിന്റെ വളരെ ശക്തമായ അടിസ്ഥാനമായിട്ട് പറയുന്നത്. പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൂഷണത്തിന്റെ പാപം. സ്നേഹമുള്ളവരിവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഭാഗത്ത് മനുഷ്യപുത്രനെതിരായി ദൂഷണം പറയുക, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയും. രണ്ട് രീതിയിലുള്ള ദൂഷണത്തെക്കുറിച്ചാണ്. ഒന്ന് മനുഷ്യപുത്രനെതിരായി, മറ്റൊന്ന് പരിശുദ്ധാത്മാവിനെതിരെ. ഇത് രണ്ടായി വേർതിരിച്ച് കാണേണ്ട കാര്യമാണ്. ഒന്ന് മനുഷ്യപുത്രൻ, രണ്ട് പരിശുദ്ധാത്മാവിനെതിരെ. ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയുടെ രണ്ട് കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ പരസ്യ ജീവിതവും മറിച്ച് ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത ശേഷമുള്ള രണ്ട് കാലഘട്ടങ്ങളെയാണ് മനുഷ്യപുത്രനെതിരായും പരിശുദ്ധാത്മാവിനെതിരായും കാലഘട്ടങ്ങൾ തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഈശോയുടെ പരസ്യ ജീവിതം. ഈശോ ഈ ലോകത്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം ചെയ്ത ഒരു കാലഘട്ടം. അങ്ങനെ ഈശോ കുരിശിൽ മരിക്കുന്ന കാലഘട്ടമാണ്. കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷമാണ് ഈശോ തന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് കാലഘട്ടങ്ങളെ ഇവിടെ സൂചിപ്പിക്കാം. ഈശോയുടെ സഹന മരണ ഉത്ഥാനത്തിന് മുമ്പുള്ള കാലഘട്ടം, എന്നാൽ ഈശോ ഉത്ഥാനം ചെയ്ത് തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി സഭയെ ഈ കാലഘട്ടത്തിൽ നയിക്കുന്ന ആത്മാവിന്റെ ചൈതന്യമുള്ള കാലഘട്ടം. ഈ രണ്ട് കാലഘട്ടങ്ങളെയാണ് മനുഷ്യപുത്രന്റെ കാലഘട്ടവും പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന കാലഘട്ടം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് യേശുവിന്റെ ഈ ജനന മരണത്തെ വരെയുള്ള സഹന പീഡാസഹനങ്ങളുടെ കാലഘട്ടങ്ങളെ ഒരു മനുഷ്യൻ ചിലപ്പോൾ തള്ളിപ്പറഞ്ഞു വരാം. എന്നാൽ യേശു മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നൽകി ഇന്നും ഈ കാലഘട്ടത്തെ നയിക്കുന്നതിനെ നമ്മൾ വ്യതിചലിച്ചു പോയാൽ, അതിന് മറന്നുപോയാൽ, അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നമ്മിൽ വരില്ല. അതുകൊണ്ട് ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടില്ലെന്നാണ് സഭയുടെ വലിയൊരു അഭിഷേകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം. അതായത് ഉത്തിതനായ ക്രിസ്തുവിന്റെ പേരിൽ പരിശുദ്ധാത്മ നയിക്കപ്പെടുന്ന സഭയിലാണ് ഇന്ന് നമ്മൾ നയിക്കപ്പെടുന്നത്. ഉത്തിതനായ ഈശോ. അപ്പോ ഈശോയുടെ മരണത്തിലല്ല ഈശോയുടെ ജീവിതം അവസാനിക്കുന്നത്, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ്. അതുകൊണ്ട് നമുക്കറിയാം, വിശുദ്ധ കുർബാനയിലേക്കും ഉത്തിതനായ ഈശോയിലാണ് വിശുദ്ധ കുർബാനയുടെ സമാപന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, യഥാർത്ഥത്തിൽ ഉത്തിതനായ ക്രിസ്തുവിന്റെ പേരിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയിൽ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവരോട് ദൈവം ക്ഷമിക്കില്ല. അപ്പോ ഉത്ഥാനത്തിലാണ് നമ്മുടെ പ്രതീക്ഷ. പലപ്പോഴും നമ്മൾ ഈ സഹനത്തെക്കുറിച്ച് ചിന്തിച്ച് പലപ്പോഴും നമുക്ക് സഹനത്തോട് വെറുപ്പാണ്. സ്നേഹമുള്ളവരെ, സഹനത്തിനപ്പുറം ഒരു ഉത്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാമല്ലോ, നമുക്ക് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ മുട്ടുകുത്തുകയാണ്, പാപം ഏറ്റുപറയും, അതിനുശേഷം പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പാപമോചനം നൽകി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉത്ഥാനത്തിലേക്ക് എഴുന്നേൽക്കുക. മാമോദീസയ്ക്ക് കുഞ്ഞിനെ മുക്കുന്നു, അവന്റെ ജന്മപാപത്തെ മുക്കുന്നു. ആ കുഞ്ഞ് ഉയരുമ്പോൾ ആ കുഞ്ഞ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതുപോലെ എല്ലാ കൂദാശയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ താഴ്ത്തപ്പെട്ടിട്ട് ഉയർത്തപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ സഭ എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൽ നയിക്കുന്ന സഭ എന്താണ്? യേശുവിന്റെ മരണത്തിന് ശേഷം ഈശോ ഉത്ഥാനം ചെയ്ത് ജനത്തിന് പ്രത്യാശ, ഹോപ്പ് നൽകി.
പ്രത്യാശ. അതുകൊണ്ട് വചനം പറയണേ, പ്രത്യാശ മനുഷ്യന് നിരാശ നൽകുകയില്ല. അതുകൊണ്ട് ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാണിത്. അപ്പോ രണ്ട് കാലഘട്ടം. ഒന്ന്, മനുഷ്യപുത്രനെ ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ഒരാൾ ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കപ്പെടില്ല. കാരണം സഭ പിന്നീട് പണിയപ്പെടുന്നതും സഭ ഉയർത്തപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആഴം നമ്മളെ ശക്തമാക്കി പഠിപ്പിക്കുന്ന ഒരു വചനമാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്: രക്ഷയുടെ സത്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ നിങ്ങൾ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടും സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോ യേശു നമുക്ക് രക്ഷയുടെ സദ്വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത് സ്വന്തമാക്കുന്നത് മരണത്തിന് ശേഷം നിത്യജീവൻ സ്വന്തമാക്കുമ്പോഴാണ്. അപ്പൊ വചനം ഓർമ്മപ്പെടുത്തുക, അവിടുത്തെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതിനും ആ അവകാശം വീണ്ടും സ്വന്തമാക്കുന്നതിനും വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്ന അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. തീർച്ചയായിട്ടും മരണത്തിനപ്പുറം ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ വഴി നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കും. അതുകൊണ്ട് സ്നേഹങ്ങളെ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സത്യം തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെതിരെ, ഈ കാലഘട്ടത്തിന്റെ സത്യപ്രബോധനങ്ങൾക്കെതിരെ ജീവിക്കരുത്. അന്ധകാരത്തിന്റെ വഴികളിലേക്ക് നമ്മൾ നടന്നു നീങ്ങരുത്. സത്യമായി ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വെള്ളം ചേർക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യത്വത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സഭയുടെ കൂട്ടായ്മയോടെ, വിശുദ്ധ കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ, ആത്മീയ ഉപദേശങ്ങളിലൂടെ, ആത്മീയ വചന ശുശ്രൂഷകളിലൂടെ, പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ, ദൈവ ആരാധനകളിലൂടെ ഈ കാലഘട്ടങ്ങളിൽ ജനം ദൈവത്തിലേക്ക് അടുക്കേണ്ട കാലഘട്ടമാണ്. അവിടെയാണ് രക്ഷയുടെ സദ്വാർത്ത അറിയിക്കപ്പെട്ട, യേശുവിലൂടെ അറിയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലൂടെ ഇന്നും നയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നയിക്കപ്പെട്ട ജനമാണ് മരണത്തിനപ്പുറം നിത്യജീവൻ എന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ആ ഒരു കൃപയിലേക്ക് വരണം. മൂന്നാമത്തെ ചോദ്യം ഇവിടെ നമ്മൾ കടന്നു വരികയാണ്. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ക്ഷമിക്കപ്പെടാത്ത പാപം? ശരിക്കും പാപത്തെക്കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല. എന്താണ് കാലഘട്ടങ്ങൾ തിരിച്ച്. അപ്പൊ ഏത് പാപമാണ് ക്ഷമിക്കപ്പെടാത്ത പാപം? അതൊരു ചോദ്യമാണ്. അപ്പൊ ഏത് പാപത്തിലാണ് നമുക്ക് ക്ഷമിക്കപ്പെടാത്തത്? നമുക്കറിയാം, നമ്മൾ ആദ്യമേ പറഞ്ഞു, തെർത്തുല്യൻ പറഞ്ഞ 3 കാര്യങ്ങൾ അത് ഇന്ന് സഭയിലൂടെ കരുണയിലൂടെ ക്ഷമിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പോയി പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും പ്രത്യേക പാപങ്ങൾ ഈശോ എടുത്ത് പറയുന്നില്ല. പുതിയ നിയമത്തിൽ ഒരിക്കലും ഈശോ എടുത്ത് പറയുന്നില്ല, പരിശുദ്ധാത്മാവിനെതിരായി ഇന്ന പാപം കൊണ്ട് നീ ക്ഷമിക്കപ്പെടുന്നില്ലെന്ന് ഈശോ എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇത് ചിന്തിക്കുക. 2 കാര്യങ്ങളാണ് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന പ്രവൃത്തികളെ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുന്നത്, നമ്മൾ തടസ്സമായി നിൽക്കുന്ന ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അത് ക്ഷമിക്കപ്പെടാത്ത പാപമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു അവകാശമുണ്ട്. അത് തടസ്സപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയും പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ക്ഷമിക്കപ്പെടാത്ത പാപമായിട്ട് പരിഗണിക്കാം. നമുക്കറിയാം, തീത്തോസിന്റെ ലേഖനത്തിലെ 3-ാം അധ്യായം 6-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവം രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ വചനം, യേശു നമ്മളെ പഠിപ്പിച്ച വചനം, യേശു സ്ഥാപിച്ച കൂദാശകൾ, അത് യോഗ്യതയില്ലാതെ അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ വചനം ഓർമ്മപ്പെടുന്നത്, ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നെല്ലാം ക്ഷമിക്കപ്പെടാത്ത, പരിശുദ്ധാത്മാവിനെതിരെ ക്ഷമിക്കപ്പെടാത്ത പാപമാണെന്ന് തിരിച്ചറിയാം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഇതാണ്: ദൈവാത്മാവിനോട് തുറവിയില്ലാത്ത അവസ്ഥ. ആത്മാവിനോട് തുറവിയില്ലെങ്കിൽ സ്നേഹമുള്ളവരെ പാപം ക്ഷമിക്കപ്പെടില്ല. ആത്മാവിനോട് തുറവി ഉണ്ടെങ്കിൽ പാപം ക്ഷമിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് വേറൊരു വാക്കിൽ പറഞ്ഞ, ദൈവത്തോട് മറുതലിക്കുന്ന പ്രവർത്തികൾ പാപം ക്ഷമിക്കപ്പെടില്ല. ദൈവിക നിലപാടുകളോട്, കൂദാശകളോട്, പ്രാർത്ഥനകളോട്, വിശ്വാസത്തോട് എല്ലാം മറുതലിക്കുന്ന സ്വഭാവങ്ങൾ ദൈവത്തിന് ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളല്ല. യൂദാസിന്റെ ലേഖനത്തിലെ 1-ാം
18-19 തിരുവചനം പറയുന്നുണ്ട്, അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും കേവലം ലൗകികമായവരും ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. വചനം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു നോക്കിയേ. തങ്ങളുടെ ദുഷ്ടപരമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട് സ്നേഹമുള്ളവരെ. അവരാരാണെന്ന് വചനം പറയണേ? പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും കേവലം ലൗകികമായവരും ഇവർ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്. ഈ കാലഘട്ടങ്ങളിൽ തിരിച്ചറിയണേ. അതുകൊണ്ട് തിരിച്ചറിയുക. ഈ 2 കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എങ്ങനെ ആത്മാവിൽ നമുക്ക് വിടുതൽ ലഭിക്കാം? അത് നമ്മൾ ആത്മാവിനോട് ചേർന്ന് നിന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും. അപ്പോൾ ഈ 3 കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചിന്തിക്കട്ടെ. പരിശുദ്ധാത്മാവിനെതിരെ ഏതാണ് പാപം? പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എതിരെ നിൽക്കുന്നവരാണ് ക്ഷമിക്കപ്പെടാത്ത പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കുമ്പസാരിച്ചൊരുങ്ങി പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ വലിയൊരു കൃപ കിട്ടും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം കടന്നു വരിക. അതുകൊണ്ട് ക്ഷമിക്കപ്പെടാത്ത പാപം ഇല്ലെങ്കിലും പിടിക്കപ്പെടാത്ത പാപങ്ങൾ എന്നൊരു ഗണമുണ്ടെന്ന് തിരിച്ചറിയുക. ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുണ്ടെങ്കിലും പിടിക്കപ്പെടാത്ത, അതെങ്ങനെയാണ് പറയണേ? കുമ്പസാരത്തിൽ സാധാരണ ക്രമമനുസരിച്ച് വൈദികർക്ക് മോചനം കൊടുക്കാൻ അനുവാദമുള്ള പാപങ്ങളുണ്ട്. എന്നാൽ ചില പാപങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. അബോർഷൻ എന്ന മാരക പാപത്തിന് വൈദികർക്ക് ഇപ്പോൾ പാപമോചനം കൊടുക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള പാപങ്ങൾ ഇന്നും സഭയിൽ മോചിക്കപ്പെടുന്നുണ്ട്. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ഈ നിത്യജീവന് തടസ്സമായി നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് വിശ്വാസത്തിൽ. ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം കണ്ടെത്താൻ ഞങ്ങൾക്കും ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർ കൃപ നൽകി ഓർത്തെന്ന് പറയും. ഈശോയെ, നിന്റെ വലിയ അനന്ത കാരുണ്യത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാതെ പരിശുദ്ധാത്മാവിന്റെ മക്കളായി ജീവിക്കാൻ ഞങ്ങൾ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നയിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ ആത്മീയ ജീവിതത്തോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.